ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മോഹൻലാൽ 65-ാം വയസ്സിൽ. 2025 ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാള സിനിമാ ഇതിഹാസം മോഹൻലാലിന് ഇന്ത്യയിലെ സിനിമാ മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് സമ്മാനിച്ചു. മലയാള ചലച്ചിത്ര മേഖലയുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ ദേശീയ അംഗീകാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സംസ്ഥാനത്തു നിന്ന് ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയും ആയതിനാൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു എന്ന് മോഹൻലാൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ആദ്യ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് 2004 ആദരിക്കപ്പെട്ട ചലച്ചിത്ര നിർമ്മാതാവ് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. മോഹൻലാലിനെ ആദരിക്കുന്നതിനായി ജൂറി അദ്ദേഹത്തിന്റെ മികച്ച കരിയറും ഇന്ത്യൻ സിനിമയ്ക്കുള്ള അതുല്യമായ സംഭാവനകളും എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേക ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചു. ഈ ആദരാഞ്ജലി അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ യാത്രയെയും പൈതൃകത്തെയും ആഘോഷിച്ചു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് സ്വീകരിച്ച ശേഷം മോഹൻലാൽ എല്ലാവരെയും അഭിസംബോധന ചെയ്തു. ഇന്ത്യൻ സിനിമയുടെ പിതാവിന്റെ പേരിൽ ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ആദരണീയമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങിയ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അഭിമാനത്തോടെയും നന്ദിയോടെയും നിൽക്കുന്നു. മലയാള ചലച്ചിത്ര വ്യവസായത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ ദേശീയ അംഗീകാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സംസ്ഥാനത്ത് നിന്ന് ഈ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയും എന്ന നിലയിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഈ നിമിഷം എന്റേത് മാത്രമല്ല, മുഴുവൻ മലയാള ചലച്ചിത്ര സമൂഹത്തിനും അവകാശപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, നമ്മുടെ സിനിമാ വ്യവസായത്തിനും അതിന്റെ പൈതൃകത്തിനും സർഗാത്മകതയ്ക്കും പ്രതിരോധ ശേഷിക്കും ഒരു കൂട്ടായ ആദരാഞ്ജലിയായിട്ടാണ് ഞാൻ ഈ അവാർഡിനെ കാണുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ആദ്യമായി വാർത്ത ലഭിച്ചപ്പോൾ ബഹുമതിയിൽ മാത്രമല്ല, നമ്മുടെ സിനിമാ പാരമ്പര്യത്തിന്റെ ശബ്ദം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദവിയിലും ഞാൻ അതിശയിച്ചു പോയി. മലയാള സിനിമയെ രൂപപ്പെടുത്തിയ എല്ലാവരുടെയും പേരിൽ ഈ അവാർഡ് സ്വീകരിക്കാൻ എന്നെ അനുവദിച്ച വിധിയുടെ കൈയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1978 തിരനോട്ടം എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് നടൻ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ചത്. അത് 2005 പിന്നീട് പുറത്തിറങ്ങി. 1980കളിലും 1990കളിലും നാടകം, ആക്ഷൻ, കോമഡി, ത്രില്ലറുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങളിലൂടെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നു. സ്വാഭാവിക അഭിനയ ശൈലിക്കും ആവിഷ്കാര സംഭാഷണങ്ങൾക്കും അദ്ദേഹം പേരുകേട്ടതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിലായി 350-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയ ഐക്കണിക് സിനിമകളും വേഷങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ കരിയർ. കിരീടം, ഭരതം, വാനപ്രസ്ഥം, കിലുക്കം, നരസിംഹം, സ്ഫടികം എന്നിവയിൽ അദ്ദേഹത്തെ ഒരു ആക്ഷൻ സ്റ്റാറായി സ്ഥാപിച്ചു. രാജാവിന്റെ മകൻ തുടങ്ങിയ ക്ലാസിക്കുകൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. ഇരുവർ, കമ്പനി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഹിന്ദി, തമിഴ് സിനിമകൾക്കും അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 5 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 9 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഈ നടൻ നേടിയിട്ടുണ്ട്. കേരളത്തിലെ കലാ സാംസ്കാരിക സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിയാണ്. അദ്ദേഹത്തിന്റെ നിലനിൽക്കുന്ന ജനപ്രീതി, ഇന്ത്യൻ വംശജനായ വ്യക്തിപ്രഭാവം, സിനിമയ്ക്കുള്ള സ്ഥിരമായ സംഭാവന എന്നിവ അദ്ദേഹത്തെ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനും സ്വാധീനശക്തിയുള്ളതുമായ നടന്മാരിൽ ഒരാളായി സ്ഥാപിച്ചു. രാഷ്ട്രപതി, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ്, ചലച്ചിത്ര നിർമ്മാതാവുമായ അശുതോഷ് ഗോവാരിക്കർ, ചലച്ചിത്ര നിർമ്മാതാവ് പി ശേഷാദ്രി, എഴുത്തുകാരൻ ഗോപാലകൃഷ്ണ പൈ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് 71ാമത് ദേശീയ അവാർഡുകളുടെ ചടങ്ങ് ആരംഭിച്ചത്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങാണ് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്നത്. 2023 പുറത്തിറങ്ങിയ കൃതികൾക്ക് ആദരിക്കപ്പെട്ട വിജയികൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനങ്ങൾ സമ്മാനിച്ചു. ഷാരൂഖ് ഖാൻ, റാണി മുഖർജി, വിക്രാന്ത് മാസി എന്നിവർ അഭിനയ വിഭാഗത്തിൽ ആദ്യത്തെ ദേശീയ അവാർഡുകൾ നേടി. ജവാൻ, 12th ഫെയിൽ എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തിനാണ് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടത്. മിസിസ് ചാറ്റർജി വാസ് നോർമയിലെ ശക്തമായ പ്രകടനത്തിന്
റാണി മുഖർജി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് മലയാളത്തിന് എന്നും ഓർത്തിരിക്കാനുള്ള സുവർണ നിമിഷങ്ങളായി മാറി. ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് കണ്ടുനിന്ന ഓരോ മലയാളിയും മനസ്സുകൊണ്ടെങ്കിലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ടാകും. ഉർവശിയും വിജയരാഘവനും ഒക്കെ സന്നിഹിതരായ വേദിയിലാണ് മോഹൻലാൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ ചലച്ചിത്ര ബഹുമതിയാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യയിലെ ഓരോ ചലച്ചിത്ര പ്രവർത്തകനും മനസ്സുകൊണ്ടെങ്കിലും ഏറെ കൊതിക്കുന്ന പുരസ്കാരമാണിത്. അവാർഡിനൊപ്പമുള്ള തുകയേക്കാൾ ഈ പുരസ്കാരത്തിന്റെ മൂല്യത്തിനാണ് പ്രാധാന്യം. ഇന്ത്യ സർക്കാരിന്റെ ആദരസൂചകമായി അവാർഡ് ജേതാക്കൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാഷ് പ്രൈസാണ് ലഭിക്കുന്നത്. ദേശീയ അവാർഡ് ലഭിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണെന്ന് നോക്കാം. മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾക്ക് രജത കമലവും 2 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുക. മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട റാണി മുഖർജിക്ക് 2 ലക്ഷം രൂപയും രജത കമലവും ലഭിക്കുമ്പോൾ മികച്ച നടന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസി എന്നിവർക്ക് രജത കമലവും ഓരോ 1 ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത്. അതായത് ഒരേ ബഹുമതി 2 പേർ പങ്കിടുമ്പോൾ സമ്മാനത്തുക വിഭജിക്കപ്പെടും. ഇത് പണ്ടേയുള്ള കീഴ്വഴക്കമാണ്. മൂവർക്കും ഇത് ആദ്യത്തെ ദേശീയ അവാർഡാണ്. 3 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിനൊടുവിലാണ് ഷാരൂഖ് ഖാന് ആദ്യത്തെ ദേശീയ അവാർഡ് ലഭിക്കുന്നത്. അതേസമയം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിന് ലഭിച്ച തുക ഇതിൽ നിന്നെല്ലാം ഏറെ ഉയരത്തിലാണ്. 10 ലക്ഷം രൂപയാണ് മോഹൻലാലിന് ലഭിച്ചത്. ഈ വർഷം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ സമ്മാനത്തുക നേടിയ അവാർഡ് ജേതാവായി മോഹൻലാൽ മാറുകയും ചെയ്തു. മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ് സ്വന്തമാക്കിയ കരൺ ജോഹറിനും മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ സുദീപ്തോ സെന്നിനും മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നേടിയ വിധു വിനോദ് ചോപ്രയ്ക്കും 3 ലക്ഷം രൂപ വീതമാണ് സമ്മാനത്തുക ലഭിച്ചത്. ഈ സിനിമകളുടെ നിർമ്മാതാക്കൾക്ക് 3 ലക്ഷം രൂപ ലഭിച്ചു. മികച്ച അരങ്ങേറ്റ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ മറാത്തി സംവിധായകൻ ആശിഷ് ബെന്റെയ്ക്കും സ്വർണ്ണകമലവും 3 ലക്ഷം രൂപയുമാണ് ലഭിച്ചത്. 1969 ആദ്യമായി സമ്മാനിച്ച ഈ അവാർഡ് ഇന്ത്യൻ സിനിമയ്ക്ക് ദാദാസാഹിബ് ഫാൽക്കെ നൽകിയ സംഭാവനകളെ അനുസ്മരിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഏർപ്പെടുത്തിയതാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫാൽക്കെ ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ചിത്രമായ രാജാ ഹരിശ്ചന്ദ്ര 1913 സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരനായിരുന്നു. 17ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ആദരിക്കപ്പെട്ട നടി ദേവിക റാണിയാണ് ആദ്യ അവാർഡ് ജേതാവ്. 2024 വരെ 54 അവാർഡുകൾ നേടിയിട്ടുണ്ട്. അവരിൽ നടന്മാരായ പൃഥ്വിരാജ് കപൂർ 1971, വിനോദ് ഖന്ന 2017 എന്നിവർ മാത്രമാണ് മരണാനന്തരം അവാർഡ് ജേതാക്കൾ. കപൂറിന്റെ മകൻ രാജ് കപൂർ 1971 19ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ അദ്ദേഹത്തിന് വേണ്ടി അവാർഡ് സ്വീകരിച്ചു. കൂടാതെ 1987 35ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹം ഒരു ജേതാവായിരുന്നു. വ്യത്യസ്ത വർഷങ്ങളിൽ ഈ അവാർഡ് ലഭിച്ച നിരവധി ജോഡി സഹോദരങ്ങൾ ഈ അവാർഡ് ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് BN റെഡ്ഡി 1974, B നാഗി റെഡ്ഡി 1986, രാജ് കപൂർ 1987, ശശി കപൂർ 2014, ലതാ മങ്കേഷ്കർ 1989, ആശാ ഭോസ്ലെ 2000, BR ചോപ്ര 1998, യാഷ് ചോപ്ര 2001. ഏറ്റവും പുതിയ അവാർഡ് ജേതാവ് മുതിർന്ന നടൻ മോഹൻലാലാണ്.